അബിയു പ്ലാന്റ് ഗ്രാഫ്റ്റിംഗ് ആണ്. അപ്പോൾ ഇത് അബിയു കാഴ്ച പ്ലാന്റാണ്, ഫ്രൂട്ടായ പ്ലാന്റാണ്. ഫ്രൂട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കമ്പാണ് ഇനി എടുക്കണേ. ഇവിടെ അടുത്തിതൊക്കെ ഉണ്ട്, ഉണ്ടല്ലോ. ഇതാ ഇത് നിപ്പിൾ വെറൈറ്റി അബിയു ആണ്. ഇത് ഫുള്ള് നേരെ കാഴ്ച നിൽക്കുന്ന പ്ലാന്റാണ്. ഡ്രമ്മിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ്റ്റിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ കമ്പാണ് എടുക്കുന്നത്, ഗ്രാഫ്റ്റിയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ബ്രാഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സ്പോട്ടിൽ അതിൻ്റെ ലീഫ് കട്ട് ചെയ്ത് ഒഴിവാക്കുക. നമുക്ക് ഈ അബിയു സൈഡ് ഗ്രാഫ്റ്റിങ്, വി ഗ്രാഫ്റ്റിങ്, ഈ രണ്ട് മെത്തേഡും ഗ്രാഫ്റ്റ് പിടിക്കും. ഈ രണ്ട് മെത്തേഡിൽ ചെയ്യാം. അപ്പോൾ ഇത് സൈഡ് ഗ്രാഫ്റ്റ് ചെയ്ത അബിയു ആണത്. ഇതിപ്പോൾ ഇതുമെന്ന് എടുത്താണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 5-8 മാസമായി. അപ്പോൾ തന്നെ അത് ഫ്ലവറിങ് ചെയ്തിട്ടുണ്ട്. ഇത് ഫുള്ള് ഫ്ലവറിങ് ചെയ്തിട്ടുണ്ട്. ഇത് ഗ്രാഫ്റ്റ് പ്ലാന്റ് ആണ്, സൈഡ് ഗ്രാഫ്റ്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഗ്രാഫ്റ്റൊക്കെ ചെയ്തൊക്കെ മാഞ്ഞു പോയി. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് അബിയു തൈയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് നമുക്ക് ഇതുപോലെ പെട്ടെന്ന് അതേ വെറൈറ്റി തന്നെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ വലിയ പ്ലാന്റിൽ 5 വെറൈറ്റി ആണുള്ളത്. ഗ്രാഫ്റ്റ് ആയിട്ട് ഞാനപ്പോൾ ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചാണ്. അപ്പോൾ അതും ഒഴിവാക്കിയിട്ട് ഇപ്പോൾ 5 വെറൈറ്റി ആണ് ഇതിൽ. ഇതിപ്പോൾ ഫുള്ള് ഫ്ലവറിങ് വരുന്നുണ്ട്, കണ്ടില്ല. ഇപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗമൊക്കെ ഇപ്പോൾ ഒരു 5 ബ്രാഞ്ചിലും ചെയ്തിട്ടുള്ളതാണ്. ഇത് ഏകദേശമൊക്കെ ഫ്ലവറിങ് ആയി. കഴിഞ്ഞ പ്രാവശ്യം കായ ഉണ്ടായിരുന്നു, ഇപ്പോൾ കായ പിടിക്കണുള്ളൂ, കായ പിടിച്ച് വരുന്നുള്ളൂ. അപ്പോൾ ഇത് ഇനി അബിയു അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യാന്നുള്ള. അപ്പോൾ ഈ ബ്രാഞ്ചിലാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വേറെ ഇതിപ്പോൾ ജയൻ്റ് ആണ്. അപ്പോൾ ഇതിൽ നിപ്പിൾ വെറൈറ്റി ഗ്രാഫ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തു. വി ഗ്രാഫ്റ്റാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് സെൻറ്റർ ആക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ സിയോൻ്റെ 2 സൈഡും ഷാർപ്പായി കട്ട് ചെയ്ത് കൊടുക്കുക. ഗ്രാഫിൻ്റെ അപ്പം നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക. നിങ്ങൾക്ക് ഇനി ആ ഹോം ഗ്രൗണ്ട് അബിയു കായ്ക്കാത്ത പ്രശ്നങ്ങൾ പലരും പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അബിയു കായ്ച്ചോളും, കായ്ഫലം കിട്ടും. കായ്ഫലം കിട്ടിയ അബിയുവിൻ്റെ കമ്പെടുത്ത് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. സിപ്പപ്പാറെടുക്കുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഏകദേശം 12 ദിവസമാകുമ്പോൾ ഇത് തളിര് വരും. പിന്നെ തളിര് വന്നാൽ സിപ്പപ്പാറെടുത്ത് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ സിപ്പപ്പാറെടുത്തിടുക. അതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുക.